ഡിയർ സ്റ്റുഡൻറ്റ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബോട്ടണിയുടെ ഫസ്റ്റ് ചാപ്റ്ററായ ക്ലാസിഫിക്കേഷനായിരുന്നു പറഞ്ഞിരുന്നത്. വിട്ടേക്കറുടെ ക്ലാസിഫിക്കേഷനാണ് നമ്മൾ തുടങ്ങി വെച്ചത് അല്ലേ. അവിടെ നമ്മൾ മൊണീറ എന്ന് പറയുന്ന ഗ്രൂപ്പിനെ കുറിച്ചാണ് ലാസ്റ്റ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ മൊണീറയുടെ ക്ലാസിഫിക്കേഷൻ എന്താണെന്നുള്ളതാണ് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് പറയാൻ പോകുന്നത്. നോക്കാം, എന്താണ് മൊണീറ. മൊണീറയെ ക്ലാസിഫൈ ചെയ്തത് ഏത് രീതിയിലാണ്? മൊണീറയുടെ ക്ലാസിഫിക്കേഷൻ ഫസ്റ്റ് വൺ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ആർക്കി ബാക്ടീരിയ എന്നുള്ളത്. ആർക്കി ബാക്ടീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ ഗ്രൂപ്പിൽ വരുന്ന പ്രിമിറ്റീവ് ആയിട്ടുള്ള ഏകദേശം എല്ലാ ഏരിയയിലൊക്കെ കാണുന്നവരാണ് എന്ത്, ആർക്കി ബാക്ടീരിയ. ഈ ആർക്കി ബാക്ടീരിയയെ അതിൻ്റെ ഹാബിറ്റാറ്റിനനുസരിച്ചിട്ട് പിന്നെയും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മൂന്നായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ മീഥാനോജൻ എന്നും, സെക്കൻഡ് വൺ ഹാലോഫൈൽസ്, തേർഡ് വൺ തെർമോ ആസിഡോഫൈൽസ്. ഇങ്ങനെയാണ് ആർക്കി ബാക്ടീരിയയുടെ ക്ലാസിഫിക്കേഷൻ. എന്തിനനുസരിച്ചിട്ടാണ്? ഹാബിറ്റ്, ഇത് എവിടെയാണ് കാണുന്നത്, ഏത് സ്ഥലത്താണ് സർവൈവ് ചെയ്യുന്നതെന്നനുസരിച്ചിട്ടാണ് ആർക്കി ബാക്ടീരിയ ക്ലാസിഫൈ ചെയ്തത്. മീഥാനോജൻ, ഹാലോഫൈൽസ് ആൻഡ് തെർമോ ആസിഡോഫൈൽസ്. അപ്പം നമുക്ക് ഫസ്റ്റ് ഗ്രൂപ്പായ മീഥാനോജൻ എന്താണെന്ന് നോക്കാം. മീഥാനോജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആ ടേമിൽ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാവും, മീത്തൈൻ എന്ന് പറയുന്നൊരു ഗ്യാസ് അല്ലേ. മീഥൈൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന ആൾക്കാരെയാണ് എന്ത് പറയുക, മീഥാനോജൻ എന്ന് പറയാം. ഈ മീഥാനോജൻ്റെ പ്രത്യേകത, മീഥാനോജൻസ് കാണുന്നത് മാർഷി പ്ലേസിലാണ്. മാർഷി പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചതുപ്പ് നിലങ്ങൾ അല്ലേ, അവർ കുറച്ച് ഈർപ്പമുള്ള സ്ഥലങ്ങളിൽ കാണാൻ പറ്റുന്ന ഒരാൾക്കാരെയാണ് എന്ത് പറയുക, മീഥാനോജൻ എന്ന് പറയുക. സെക്കൻഡ്, ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മീഥൈൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. മീഥൈൻ ഗ്യാസ് എന്ന് പറയുന്നത് ബയോഗ്യാസ് ഫെർമെൻറ്റേഷനിൽ ഉപയോഗിക്കുന്ന ഗ്യാസാണ് മീഥൈൻ ഗ്യാസ്. ഈ മീഥൈൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നവരാളാണ് മീഥാനോജൻ എന്ന് പറയുന്നത്. ഇനി ചില ഓർഗാനിസങ്ങളുടെ, ഈ കൗ പോലെയുള്ള ചവച്ചരച്ച് അയവിറക്കിക്കൊണ്ട് കഴിയുന്ന ചില ഓർഗാനിസങ്ങളുണ്ട്, പശു അങ്ങനെയുള്ള ഓർഗാനിസിൻ്റെയൊക്കെ എലിമെൻ്ററി കനാൽ അല്ലെങ്കിൽ ഗട്ട് റീജിയനിൽ സർവൈവ് ചെയ്തുകൊണ്ട് അവരുടെ ഡൈജഷൻ എളുപ്പമാക്കുക അല്ലെങ്കിൽ ഫെർമെൻറ്റേഷനൊക്കെ നടത്തിക്കൊണ്ട് മീഥൈൻ ഗ്യാസും അങ്ങനെയുള്ള ഗ്യാസസുകൾ, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പ്രോസസ്സും ഗ്ലൂക്കോസ് പ്രിപ്പറേഷനും ഒക്കെ സഹായിക്കുന്ന ഗ്രൂപ്പാണ് മീഥാനോജൻ എന്ന് പറയും. അപ്പോൾ ബയോഗ്യാസ് പ്രിപ്പറേഷനിൽ ആർക്ക് മീഥാനോജന് റോളുണ്ട്. സെക്കൻഡ് പോയിൻ്റ് ആണ് ബയോഗ്യാസിൻ്റെ പ്രിപ്പറേഷൻ. ബയോഗ്യാസ് കേട്ടിട്ടുണ്ടാകും, കൗഡങ്ങിൽ നിന്നൊക്കെ ഉണ്ടാകുന്നതാണ് ബയോഗ്യാസ് എന്ന് പറയുന്നത് അല്ലേ. ഈ ബയോഗ്യാസിൻ്റെ പ്രിപ്പറേഷന് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് മീഥാനോജൻ. എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്നത് മീഥാനോ ബാക്ടീരിയമാണ്. മീഥാനോ ബാക്ടീരിയം എളുപ്പമാണ് പഠിക്കാൻ, പേരിൽ തന്നെ ഉണ്ട് മീഥാനോജൻ, മീഥാനോ ബാക്ടീരിയം. അപ്പം മീഥാനോജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു മാർഷി ഏരിയയിൽ കാണാൻ പറ്റുന്ന ആർക്കി ബാക്ടീരിയ ആണ്. മീഥൈൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നവരാണ്. കൗ അങ്ങനെയുള്ള ചില ഓർഗാനിസങ്ങൾ, ആനിമൽസിൻ്റെ എലിമെൻ്ററി ഗട്ടിൽ അല്ലെങ്കിൽ എലിമെൻ്ററി കനാലിൽ കണ്ടുകൊണ്ട് അവരുടെ ഫെർമെൻറ്റേഷൻ പ്രോസസ്സ്, ഡൈജഷനിൽ ഉണ്ടാകുന്ന ഫെർമെൻറ്റേഷൻ പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യാൻ സഹായിക്കുന്നവരാണ് മീഥൈൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബയോഗ്യാസ് ഫെർമെൻറ്റേഷൻ പ്രോസസ്സിലോ അല്ലെങ്കിൽ ബയോഗ്യാസ് പ്രൊഡക്ഷനിലോ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നവരാണ് മീഥാനോജൻ. എക്സാമ്പിളായിട്ട് നമ്മൾ മീഥാനോ ബാക്ടീരിയയും പറഞ്ഞു. ഓക്കെ, ഫസ്റ്റ് ഗ്രൂപ്പാണ് മീഥാനോജൻ. സെക്കൻഡ് വൺ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹാലോഫൈൽസ് ആണ്. എന്താണ് ഹാലോഫൈൽസ്? എന്താണ് ഹാലോഫൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാൾട്ടി ഏരിയയിൽ കാണാൻ പറ്റുന്ന ഓർഗാനിസങ്ങളെയാണ് എന്ത് പറയുന്നത്, ഹാലോഫൈൽസ് എന്ന് പറയുന്നത്. കുറച്ചും കൂടെ സാൾട്ട് കണ്ടൻറ്റ് കൂടിയ അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ കാണുന്നവരാണ് ഹാലോഫൈൽസ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് നടത്താൻ കാർബൺ ഡൈ ഓക്സൈഡിനെ കൺവേർട്ട് ചെയ്തിട്ട് ഗ്ലൂക്കോസ് ആക്കാനൊന്നും ഡയറക്റ്റ് ആയിട്ടുള്ള റോളില്ല. അപ്പോൾ അവരെന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പർപ്പിളായിട്ടുള്ള പിഗ്മെൻറ്റഡ് മെംബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ആ മെംബ്രെയിൻ്റെ സഹായത്തോടു കൂടി ATP പ്രിപ്പയർ ചെയ്യാൻ സഹായിക്കാം. അപ്പോൾ ഈ ഫോട്ടോസിന്തസിസ് ഒക്കെ നടത്താൻ കഴിയുന്നവരുണ്ട് ഇത്തരം ആൾക്കാരിൽ സാൾട്ടി ഏരിയയിലൊക്കെ. അത് ഡയറക്റ്റായിട്ട് അതിന് ചെയ്യാൻ കഴിയില്ലെങ്കിലും ചില രീതിയിൽ അത് എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും ആ ഒരു പ്രോസസ്സിന്. ഈ പിന്നെ ലൈറ്റ് എനർജിയൊക്കെ അബ്സോർബ് ചെയ്ത് ATP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജിയുടെ ഒരു രൂപമാണ്. അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്നാണ് ATPക്ക് പറയാം. ATP
ഇതിൻ്റെയൊക്കെ പ്രിപ്പറേഷനിൽ ഹെൽപ്പ് ചെയ്യുന്നവരാണ് എന്ത് ഹാലോഫൈൽസ് എന്ന് പറയുന്നത്. ഈ ഹാലോഫൈൽസിൻ്റെ എക്സാമ്പിൾ നമ്മൾ പഠിക്കുന്നത് ഹാലോ ബാക്ടീരിയമാണ്. ഹാലോ ബാക്ടീരിയം സെക്കൻഡ് ഗ്രൂപ്പ്. ഓക്കെ, ഹാലോഫൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാൾട്ടി ഏരിയയിൽ കാണാൻ പറ്റുന്നതും ഫോട്ടോസിന്തസിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്ത് ഗ്ലൂക്കോസാക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റാത്തതും അതേസമയം അതിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള പർപ്പിൾ പിഗ്മെൻറ്റഡ് മെംബ്രെയിൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് അത് സഹായിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ഹാലോഫൈൽസ്. എക്സാമ്പിളായിട്ട് ഹാലോ ബാക്ടീരിയം പറയും. ഓക്കെ, തേർഡ് വൺ നമ്മൾ പറഞ്ഞത് തെർമോ അസിഡോഫൈൽസ് ആണ്. തെർമോ അസിഡോഫൈൽസ്. തെർമോ ആസിഡോഫൈൽസ് ഈ ടേമിൽ തന്നെ ഉണ്ട്. ടെമ്പറേച്ചർ ട്രീറ്റഡ് ആണ്. നല്ല ടെമ്പറേച്ചർ, ഏകദേശം 80 ഡിഗ്രി സെൽഷ്യസോളം ടെമ്പറേച്ചറുള്ള ഏരിയയിലും സർവൈവ് ചെയ്യാൻ പറ്റുന്നവരാണ് എന്ത് തെർമോ അസിഡോഫൈൽസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ 3 ഏരിയയിലും പറഞ്ഞു, മാർഷി പ്ലേസിൽ പറഞ്ഞു, സാൾട്ടി ഏരിയയിൽ പറഞ്ഞു, ടെമ്പറേച്ചർ ട്രീറ്റഡ് ആയിട്ടുള്ള ഏരിയയിലും പറഞ്ഞു. ഈ എവരെയാണ് ടെമ്പറേച്ചർ കൂടിയ ഏരിയയിൽ സർവൈവ് ചെയ്തുകൊണ്ട് ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് തെർമോ ആസിഡോഫൈൽസ്. നമ്മൾ എക്സാമ്പിൾ പറയുന്നത് തെർമോ പ്ലാസ്മയാണ്. തെർമോ പ്ലാസ്മ. ഇതാണ് ആർക്കി ബാക്ടീരിയയുടെ ക്ലാസിഫിക്കേഷൻ. ആർക്കി ബാക്ടീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൊണീറ എന്ന് പറയുന്ന ഫസ്റ്റ് ഗ്രൂപ്പിൽ നിന്നാണ് ക്ലാസിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത്. മൊണീറയെ ആർക്കി ബാക്ടീരിയ എന്നും യു ബാക്ടീരിയ എന്നും മൈക്കോപ്ലാസ്മ എന്നും ക്ലാസിഫൈ ചെയ്തു. അതിൽ വരുന്ന ആർക്കി ബാക്ടീരിയയെ പിന്നെയും എന്ത് ചെയ്തു, ഹാബിറ്റാറ്റിനനുസരിച്ച് ക്ലാസിഫൈ ചെയ്ത് മീഥാനോജൻ, ഹാലോഫൈൽസ് ആൻഡ് തെർമോ ആസിഡോഫൈൽസ് എന്നിങ്ങനെ 3ആയിട്ടും ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോകാം. യു ബാക്ടീരിയ. രണ്ടാമത്തെ ആൾക്കാരാണ് എന്ത് യു ബാക്ടീരിയ. യു ബാക്ടീരിയയും പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ക്ലാസിഫൈ. യു ബാക്ടീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ടീരിയ തന്നെയാണ്, ബാക്ടീരിയയുടെ പ്ലാന്റ് സെല്ല് പോലെ തന്നെയാണ്, ബാക്ടീരിയയുടെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. ബാക്ടീരിയ എന്താണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കുറച്ചും കൂടെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഏറ്റവും ലോവർ പ്രിമിറ്റീവ് ഗ്രൂപ്പ്, ലോവർ ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരാണെന്ത് ബാക്ടീരിയ എന്ന് പറയുന്നത്. ബാക്ടീരിയയുടെ സെൽ വോള് കമ്പോസ് ചെയ്തിരിക്കുന്നതും സെല്ലുലോസ്, പെക്റ്റിൻ, ലിപ്പിഡ് പോലെയുള്ളൊക്കെ കമ്പണൻസ് കൊണ്ടാണ്. ബാക്ടീരിയ മൈക്രോസ്കോപ്പിക് ആണ്. ചില ബാക്ടീരിയ എന്തായിരിക്കും ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്നുണ്ട്, പാത്തോജനിക് ആണ്, പാരസൈറ്റ് ആവുന്നവരുണ്ട്, ഓട്ടോട്രോപ്പിക് ആയിട്ടുള്ള ബാക്ടീരിയകളുണ്ട്, ഹെട്രോട്രോപ്പ് ആയിട്ടുള്ള ബാക്ടീരിയകളും ഉണ്ട്. അങ്ങനെ ബാക്ടീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തന്നെ വെറൈറ്റി ഓഫ് ബാക്ടീരിയസ് ഉണ്ട്. അപ്പോൾ അവരെ എന്ത് ചെയ്യണം, നമുക്ക് ക്ലാസിഫൈ ചെയ്യണം. അങ്ങനെ യു ബാക്ടീരിയ ക്ലാസിഫൈ ചെയ്ത് ഡിഫറെൻറ്റ് ഗ്രൂപ്പ് ആക്കിയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ നമ്മൾ പഠിക്കാനുള്ളത് ബാക്ടീരിയ ആണ്. സെക്കൻഡ് വൺ നമുക്ക് പഠിക്കാനുള്ളത് ആക്റ്റിനോമൈസെറ്റ് ആണ്. തേർഡ് വൺ സാനോ ബാക്ടീരിയ. ഓക്കെ, ബാക്ടീരിയ യു ബാക്ടീരിയ ക്ലാസിഫൈ ചെയ്തതാണ് ബാക്ടീരിയ, ആക്റ്റിനോമൈസെറ്റ് ആൻഡ് സാനോ ബാക്ടീരിയ. ഈ ഇതിൽ ഫസ്റ്റ് ഓരോന്ന് നമുക്ക് എന്താണെന്നുള്ളത് എടുത്ത് നോക്കാം. എന്താണ് ബാക്ടീരിയ എന്ന് പറയുന്നത്? ബാക്ടീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ടും കേൾക്കുന്ന ഒരു ടേമാണ് അല്ലേ, ബാക്ടീരിയ. ഇൻഫെക്ഷനാണ് നമുക്ക് കൂടുതലായിട്ട് ഓർമ്മ വരിക ബാക്ടീരിയ എന്ന് പറയുമ്പോൾ. ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നവർ മാത്രമല്ല കേട്ടോ, നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഓർഗാനിസങ്ങളൊക്കെ ഇതിലുണ്ട്, ബാക്ടീരിയയിലുണ്ട്. അപ്പോൾ മൈക്രോസ്കോപ്പിക് ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ചില ആൾക്കാർ നമ്മളെ ഹെൽപ്ഫുൾ ആണ് പല കാര്യങ്ങളിൽ, നമ്മൾ ഡെയിലി ചെയ്യുന്ന പല വർക്കിലും ഹെൽപ്പ് ചെയ്യുന്നവരുണ്ട്. അതേസമയം ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ആൾക്കാരും ഇതിലുണ്ട്. അപ്പോൾ ഈ ബാക്ടീരിയ നമ്മൾ പിന്നെയും എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്തിനൊക്കെ അനുസരിച്ചിട്ടാണ് ബാക്ടീരിയ ക്ലാസിഫൈ ചെയ്തതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ബാക്ടീരിയയുടെ ഷേപ്പിനനുസരിച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. എന്താണ് ഷേപ്പിനനുസരിച്ചിട്ട് ബാക്ടീരിയ ക്ലാസിഫൈ ചെയ്തു. സെക്കൻഡ് വൺ ഇതിൻ്റെ മോഡ് ഓഫ് ന്യൂട്രീഷനാണ്. മോഡ് ഓഫ് ന്യൂട്രീഷനെ ബേസ് ചെയ്തിട്ട് എന്തോ ബാക്ടീരിയ ക്ലാസിഫൈ ചെയ്തു. തേർഡ് വൺ റീപ്രൊഡക്ഷൻ.
റീപ്രൊഡക്ഷൻ. ഏത് രീതിയിലാണിത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഈ രീതിയിലാണ് ബാക്ടീരിയ ക്ലാസിഫൈ ചെയ്തത്. ഷേപ്പിനനുസരിച്ചിട്ടും ന്യൂട്രീഷനെ ബേസ് ചെയ്തിട്ടും അതുപോലെ തന്നെ റീപ്രൊഡക്ഷനെ ബേസ് ചെയ്തിട്ടും. ഓരോന്നും എന്താണെന്നുള്ളത് നമുക്ക് പഠിക്കാനുണ്ട്. ഷേപ്പിനനുസരിച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ നോക്കാം നമുക്ക്. ഫസ്റ്റ് എന്താണ് ഷേപ്പിനനുസരിച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ? ഷേപ്പിനനുസരിച്ചിട്ട് ബാക്ടീരിയകളെ 4 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. എത്രയായിട്ടാണ്? 4 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ കോക്കസ് എന്ന് പറയും. എന്താണ് കോക്കസ്? കോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൗണ്ട് അല്ലെങ്കിൽ ഓവൽ ഷേപ്പിൽ കാണുന്നവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോക്കസ് എന്ന് പറയാം. കോക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയ റൗണ്ട് ഷേപ്പ് അല്ലെങ്കിൽ ഓവൽ ഷേപ്പിലായിരിക്കും കാണപ്പെടുന്നത്. എക്സാമ്പിൾ നമ്മൾ പഠിക്കുന്നുണ്ട്. സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയയെക്കുറിച്ച്. എക്സാമ്പിൾ ഇവിടെ എന്താണ് ഷേപ്പ്, എന്താണ് ഒരു എക്സാമ്പിളും. അത്രയും കാര്യങ്ങളെ നമ്മൾ പോകുന്നുള്ളൂ, അതിൻ്റെ ഡീറ്റെയിൽസിലൊക്കെ ഒന്നും പോകുന്നില്ല. അപ്പോൾ ബാക്ടീരിയയുടെ ക്ലാസിഫിക്കേഷനാണ് ഫസ്റ്റ്. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്തിനനുസരിച്ചിട്ടാണ്? ഷേപ്പിനനുസരിച്ചിട്ടാണ്. 4 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. ഫസ്റ്റ് വൺ കോക്കസ് എന്ന് പറയും. അതിന് റൗണ്ട് അല്ലെങ്കിൽ ഓവൽ ഷേപ്പായിരിക്കും. എക്സാമ്പിൾ സ്ട്രെപ്റ്റോകോക്കസ്. രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്? സ്പൈറില്ലം. സ്പൈറില്ലം പേരിൽ തന്നെയുണ്ട്. സ്പൈറില്ലം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് എന്താണ്? സ്പൈറൽ ഷേപ്പാണ്. സ്പൈറില്ലം എന്ന് പറയുന്നത് സ്പൈറൽ ഷേപ്പാണ്. എക്സാമ്പിൾ സ്പൈറോകീറ്റസ്. സ്പൈറോകീറ്റസ്. ഇപ്പോൾ 2 ഗ്രൂപ്പ് നോക്കി. കോക്കസും സ്പൈറിലും. കോക്കസ് റൗണ്ട് ഷേപ്പ് അല്ലെങ്കിൽ ഓവൽ ഷേപ്പ്. സ്പൈറിലം എന്ന് പറയുന്നത് സ്പൈറൽ ഷേപ്പ്. പിന്നെയും ഉണ്ട് മൂന്നാമത്തെ ആള്. നമ്മൾ ബാസില്ലസ് എന്നാണ് പറയുന്നത്. എന്താണ്? ബാസില്ലസ്. ബാസില്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റോഡ് ഷേപ്പ് അല്ലെങ്കിൽ റിബൺ ഷേപ്പിൽ കാണുന്നവരാണ് എന്ത്? ബാസില്ലസ് എന്ന് പറയാം. കുറച്ചും കൂടെ ഇലോങ്ങേറ്റ് ആയിരിക്കും. ഒരു റിബൺ വെച്ചതുപോലെയൊക്കെ കാണുന്നതാണ് റോഡ് ഷേപ്പ്. ഓവലാണെങ്കിൽ നമുക്കറിയാം അതിൻ്റെ ഷേപ്പ് കൃത്യമായിട്ട് റൗണ്ടോ അല്ലെങ്കിൽ ഓവൽ ഷേപ്പിലൊക്കെ ആയിരിക്കും. സ്പൈറൽ ആണെങ്കിലും അതിൻ്റെ ഷേപ്പ് നമുക്കറിയാവുന്നതാണ്, സ്പൈറൽ ഷേപ്പ്. ഇവിടെ ബാസില്ലസ് എന്താണ്? ഇതിലൊരു റിബൺ ലൈക്ക് അല്ലെങ്കിൽ ഒരു റോഡ് ഷേപ്പിൽ കാണപ്പെടുന്നതാണ് ബാസില്ലസ് എന്ന് പറയാം. എക്സാമ്പിൾ സ്ട്രെപ്റ്റോബാസില്ലസ് ആണ്. സ്ട്രെപ്റ്റോബാസില്ലസ്. ഓക്കെ. 4ാമത്തെ ഗ്രൂപ്പ് നമുക്ക് പഠിക്കാനുള്ളത് വിബ്രിയമാണ്. വിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ ഷേപ്പിലാണ് അവരെ കാണപ്പെടുക. നമ്മൾ സാധാരണ സെൻറ്റൻസ് എഴുതുമ്പോഴുന്ന കോമയിൽ ഈ ഒരു ഷേപ്പിൽ, കോമ ഷേപ്പിൽ കാണപ്പെടുന്ന ആൾക്കാരാണ് വിബ്രിയം. എക്സാമ്പിളും പഠിക്കാനുണ്ട്. വിബ്രിയോ കോമ. ഇതാണ് നമ്മുടെ ഏത് ക്ലാസിഫിക്കേഷൻ? ബാക്ടീരിയയുടെ ക്ലാസിഫിക്കേഷൻ. ഷേപ്പിനനുസരിച്ചിട്ട് 4 ആയിട്ട് ഡിവൈഡ് ചെയ്തത്. കോക്കസ് എന്നും സ്പൈറിലം എന്നും ബാസിലസ് എന്നും വിബ്രിയം എന്നും പറയുന്ന 4 ഗ്രൂപ്പും. അത് ഏത് ഷേപ്പാണെന്നുള്ളതും ഓരോന്നിനും ഓരോ എക്സാമ്പിളും ഓർത്ത് വെക്കാം. ഓക്കെ. ഇനി നമ്മുടെ ബാക്ടീരിയയുടെ അടുത്ത ക്ലാസിഫിക്കേഷനാണ് പറയുന്നത്. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ന്യൂട്രീഷൻ. ന്യൂട്രീഷനെ ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്? ന്യൂട്രീഷൻ നമുക്കറിയാം മോഡ് ഓഫ് ഫീഡിങ് ഹാബിറ്റ് അല്ലെങ്കിൽ ഫീഡിങ് ടൈപ്പിനെയാണ് നമ്മളെന്ത് പറയുന്നത്? ന്യൂട്രീഷൻ എന്ന് പറയാം. ന്യൂട്രീഷനെ ബേസ് ചെയ്തിട്ട് 2 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓട്ടോട്രോപ്പിക് ന്യൂട്രീഷൻ എന്നും ഹെറ്ററോട്രോപ്പിക് ന്യൂട്രീഷൻ എന്നും പറയും. ഓട്ടോട്രോപ്പിക്കും ഹെറ്ററോട്രോപ്പിക്. ഓട്ടോട്രോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്താണ്? സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഓട്ടോട്രോപ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പ്ലാന്റ്സിനൊക്കെ പറഞ്ഞ പേരാണ് ഓട്ടോട്രോപ്സ്. അപ്പോൾ പ്ലാന്റ്സ് അല്ല, ഇവിടെ ബാക്ടീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട ഫുഡ് എന്ത് ചെയ്യും? അത് ഏതെങ്കിലും രീതിയിൽ അവർ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? ഓട്ടോട്രോപ്പ് എന്നും. അതേപോലെ തന്നെ ഫുഡിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നവരാണെങ്കിൽ അതിന് ഹെറ്ററോട്രോപ്പ് എന്നും പറയും. ഈ 2 ടൈപ്പാണ് ന്യൂട്രീഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. ഇതിൽ ഓട്ടോട്രോപ്പ് പിന്നെയും 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഹെറ്ററോട്രോപ്പിനെയും പിന്നെയും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതാണെന്നുള്ളത് നോക്കാം. ഓട്ടോട്രോപ്പിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഗ്രൂപ്പ് ഉണ്ട്. ഒന്ന് ഫോട്ടോ ഓട്ടോട്രോപ്പ് എന്നും
ഫോട്ടോ ഓട്ടോട്രോപ്പ് എന്നും, രണ്ടാമത്തത് ഇതിന് ഹെറ്ററോ അല്ലെങ്കിൽ കീമോ ഓട്ടോട്രോപ്പ് എന്നും പറയും. ഫോട്ടോ ഓട്ടോട്രോപ്പും കീമോ ഓട്ടോട്രോപ്പും. ഫോട്ടോ ഓട്ടോട്രോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോട്ടോ എന്നുള്ള ടേം നമുക്കറിയാം ഏതുമായി ബന്ധപ്പെട്ടതാണ്, ലൈറ്റുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ. അപ്പോൾ ലൈറ്റിൻ്റെ പ്രസൻസിൽ സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണ് എന്ത്, ഫോട്ടോ ഓട്ടോട്രോപ്പ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ കീമോ ഓട്ടോട്രോപ്സ് ആണ്. കീമോ ഓട്ടോട്രോപ്സ് എന്തായിരിക്കും, കെമിക്കൽസിൻ്റെ പ്രസൻസിലാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ഫോട്ടോ ഓട്ടോട്രോപ്പും കീമോ ഓട്ടോട്രോപ്പും ലൈറ്റിൻ്റെ പ്രസൻസിൽ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നവരും അതേപോലെ തന്നെ കെമിക്കൽസിൻ്റെ പ്രസൻസ്. ഏതാണെന്നും അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നുമില്ല, ജസ്റ്റ് ആ ഒരു ടേം മാത്രം ഓർത്ത് വെക്കുക. ന്യൂട്രീഷനെ ബേസ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓട്ടോട്രോപ്പിക് ന്യൂട്രീഷനാണ്. അതിൽ തന്നെ 2 തരം ആൾക്കാരുകൾ ഉണ്ടാവാം, ഫോട്ടോ ഓട്ടോട്രോപ്പ് ഉണ്ടാവാം, അതുപോലെ തന്നെ കീമോ ഓട്ടോട്രോപ്സും ഉണ്ടാവാം. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ നോക്കാം, എന്താണ് ഹെറ്ററോട്രോപ്പ് എന്നുള്ളത്. ഹെറ്ററോട്രോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പാരസൈറ്റ് മറ്റുള്ളവരെ എന്ത് ചെയ്യുന്നതാണ്, ഡിപ്പെൻഡ് ചെയ്യുന്നവരാണ് ഫുഡിന് വേണ്ടിയിട്ട്. അവരെ നമ്മൾ 3 ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. പാരസൈറ്റ് എന്നും സാപ്രോഫൈറ്റ് എന്നും സിംബയോട്ടിക് എന്നും. ഏതൊക്കെയാണ്, പാരസൈറ്റ് ആണ്, സാപ്രോഫൈറ്റ് ആണ്, സിംബയോട്ടിക് ആണ്. എന്താണ് പാരസൈറ്റ്? പാരസൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓർഗാനിസം ഒരു ഹോസ്റ്റ് ബോഡിയുടെ, ഏതെങ്കിലും ഒരു പ്ലാന്റിൻ്റെ ഹോസ്റ്റ് ബോഡിയിൽ, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഹോസ്റ്റ് എന്ന് പറയും. ഏതിനെയാണോ ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിനെ നമ്മൾ ഹോസ്റ്റ് എന്ന് പറയും. ആ ഹോസ്റ്റിൽ അറ്റാച്ച് ചെയ്തുകൊണ്ട് ഹോസ്റ്റിൽ നിന്നും അതിനാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അബ്സോർബ് ചെയ്യുകയും ഹോസ്റ്റിനെ പൂർണ്ണമായിട്ട് നശിപ്പിക്കുകയും ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുക, പാരസൈറ്റ് എന്ന് പറയാം. കംപ്ലീറ്റ് പൂർണ്ണമായും അവരാരെ ഡിപ്പെൻഡ് ചെയ്യും, ഹോസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് ആ ഹോസ്റ്റിനെ എന്ത് ചെയ്യാണ്, അത് നശിപ്പിക്കുകയും കൂടിയാണ് ചെയ്യുന്നത്. അവരെയാണ് പാരസൈറ്റ് എന്ന് പറയാം. സാപ്രോഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്താണ്, ഏതെങ്കിലും ഒരു ഡെഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഡീക്കേ ചെയ്തിരിക്കുന്ന മെറ്റീരിയലിൻ്റെ മോഡ്, അതിനൊരു ഹോസ്റ്റ് വേണമെന്നേ ഉള്ളൂ ഫോർ സപ്പോർട്ട്, ജസ്റ്റ് ഒരു ഷെൽട്ടർ എന്നുള്ള രീതിയിൽ മാത്രം ഹോസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യാം. അവർ ഫുഡൊക്കെ അതിൽ നിന്ന് എടുക്കുന്നുണ്ടെങ്കിലും എന്ത് ചെയ്യുന്നില്ല, ഹോസ്റ്റിനെ നശിപ്പിക്കുന്നില്ല. അത്തരം ആൾക്കാരെയാണ് നമ്മളെന്ത് പറയുക, സാപ്രോഫൈറ്റ് എന്ന് പറയുക. ജസ്റ്റ് അതിൻ്റെ ഒരു ഇരിപ്പിടം അല്ലെങ്കിൽ ജസ്റ്റ് ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ മാത്രം ഏതിനെ ഡിപ്പെൻഡ് ചെയ്യുക, മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നവരെ സാപ്രോഫൈറ്റ് എന്ന് പറയും. മൂന്നാമത് വരുന്നത് എന്താണ്, സിംബയോട്ടിക്. ഇത് മൂന്നും എന്താണ്, ഒരു തരം അസോസിയേഷനാണ്. ലിവിങ് ഓർഗാനിസങ്ങൾ തമ്മിൽ മ്യൂച്വലി അസോസിയേറ്റഡ് ആയിട്ടാണ് ജീവിക്കുന്നത്. അതിന് എക്സാമ്പിളും കൂടിയാണ് പാരസൈറ്റും സാപ്രോഫൈറ്റും സിംബയോട്ടിക് എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ സിംബയോട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 2 ഓർഗാനിസം തമ്മിലെ അസോസിയേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂച്വലി ബെനഫിറ്റ് ആയിരിക്കും. ഒരു പ്ലാന്റ് അത് ഏതെങ്കിലും ഫുഡിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഷെൽട്ടറിനൊക്കെ വേണ്ടിയിട്ട് മറ്റൊരു പ്ലാന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതേപോലെ ആ പ്ലാന്റ് തിരിച്ചായിരിക്കും യൂസ്ഫുൾ ആയിരിക്കും. ഏതാണോ ഡിപ്പെൻഡ് ചെയ്യപ്പെടുന്നത് അതിനെയും യൂസ്ഫുൾ ആയിരിക്കും. അങ്ങനെ 2 പേർക്കും ഗുണകരം എന്നുള്ള രീതിയിൽ മ്യൂച്വലി ബെനിഫിറ്റ് ആയിട്ട് കിട്ടുന്ന ഓർഗാനിസങ്ങളുടെ തമ്മിൽ അസോസിയേഷൻ എന്താണെന്ന് പറയുക, സിംബയോട്ടിക് അസോസിയേഷൻ എന്ന് പറയാം. ഇതാണ് ഹെറ്ററോട്രോപ്പ് എന്ന് പറയുന്നത്. ഹെറ്ററോട്രോപ്പ് എന്ന് പറഞ്ഞ ടേം ഓർത്ത് വെക്കാം, പൂർണ്ണമായും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുക. ഏതെങ്കിലും കാര്യത്തിൽ പൂർണ്ണമായിട്ടും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നവരാണ് ഹെറ്ററോട്രോപ്പ്. അവരെ പിന്നെയും ക്ലാസിഫൈ ചെയ്തു പാരസൈറ്റ് എന്നും സാപ്രോഫൈറ്റ് എന്നും സിംബയോട്ടിക് എന്നും. ഈ ടേം മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഇതാണ് ന്യൂട്രീഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. അപ്പോൾ നമ്മൾ കൊണ്ടുവന്നത് എവിടെ നിന്നാണെന്ന് നോക്കാം. ആർട്ട് വിറ്റേക്കറിൻ്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിലുള്ള മൊണീറയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. മൊണീറെ എന്ത് ചെയ്തു, ക്ലാസിഫൈ ചെയ്തു ആർക്കിബാക്ടീരിയ, യൂബാക്ടീരിയ, മൈക്കോപ്ലാസ്മ. ആർക്കിബാക്ടീരിയ പിന്നെയും ക്ലാസിഫൈ ചെയ്തു മിഥാനോജൻ, ഹാലോഫൈൽസ് ആൻഡ് തെർമോആസിഡോഫൈൽസ്. അതുപോലെ തന്നെ ആർക്കിബാക്ടീരിയയിൽ വരുന്ന യൂബാക്ടീരിയ നമ്മുടെ ക്ലാസിഫിക്കേഷൻ, അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യൂബാക്ടീരിയയുള്ള ഫസ്റ്റ് ഗ്രൂപ്പായ ബാക്ടീരിയയുടെ ഷേപ്പിനനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. ദെൻ ന്യൂട്രീഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് റീപ്രൊഡക്ഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ്.
എങ്ങനെയാണ് ബാക്ടീരിയ റീപ്രൊഡക്ഷനെ ബേസ് ചെയ്ത് ക്ലാസിഫൈ ചെയ്യുന്നത്? റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ 2 രീതിയിലുള്ള റീപ്രൊഡക്ഷനാണ് നമ്മൾ പറയുക. എസെക്ഷൽ എന്നും സെക്ഷൽ എന്നും പറയും. റീപ്രൊഡക്ഷൻ ഏതൊക്കെയാണ്? എസെക്ഷലും സെക്ഷലും. എസെക്ഷൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണി പാരൻ്റ് അല്ലെങ്കിൽ ഒറ്റൊരു പാരൻ്റ്, അത് മെയിലാവാം ഫീമെയിലാവാം, ഏതെങ്കിലും ഒറ്റ പാരൻറ്റിൽ നിന്നും നെക്സ്റ്റ് ജനറേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്? എസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയാം. സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണെങ്കിൽ അവിടെ ബൈ പാരൻ്റ് ആവശ്യമാണ്. ഒരു മെയിൽ പാരൻറ്റും ഒരു ഫീമെയിൽ പാരൻറ്റും അവരുടെ റീകോമ്പിനേഷൻ, അതിൻ്റെ കൂടിച്ചേരൽ, DNA റീകോമ്പിനേഷൻ ഒക്കെ പറയും, ഫ്യൂഷനിലൂടെയാണ് നെക്സ്റ്റ് ജനറേഷൻ ഉണ്ടാകുന്നതെങ്കിൽ അതിനെയാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയാം. ഇതേ രീതിയിൽ ബാക്ടീരിയ റീപ്രൊഡക്ഷൻ നടത്തുന്നുണ്ട് എസെക്ഷലും സെക്ഷലായിട്ടും. അതിന് വേറൊരു ടേമും കൂടെ, എസെക്ഷൽ എന്ന് പറയുന്നതിന് വേറൊരു ടേമും കൂടെ നമ്മൾ പറയുന്നുണ്ട്, ഫ്രാഗ്മെൻറ്റേഷൻ. അല്ലെങ്കിൽ എസെക്ഷൽ വേറെ രീതിയിലുണ്ട്, അതാണ് ഫ്രാഗ്മെൻറ്റേഷൻ എന്നും സ്പോറുലേഷൻ എന്നൊക്കെ പറയുന്നത്. ഫ്രാഗ്മെൻറ്റേഷൻ എന്നും സ്പോറുലേഷൻ. മെയിനായിട്ട് 2 തരം റീപ്രൊഡക്ഷനാണുള്ളത്. ഒന്ന് എസെക്ഷൽ റീപ്രൊഡക്ഷൻ, മറ്റൊന്ന് സെക്ഷൽ റീപ്രൊഡക്ഷനും. സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണെങ്കിൽ ഒറ്റൊരു ടൈപ്പ് മാത്രമേ ഉള്ളൂ, യൂണിയൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ പാരൻറ്റ്. ദെൻ എസെക്ഷൽ മെത്തേഡ് ആണെങ്കിൽ പല രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. ഒന്ന് ഫ്രാഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ ബൈനറി ഫിഷൻ എന്നൊക്കെ പറയും. ഫിഷൻ മീൻസ് സ്പ്ലിറ്റിംഗ് ആണ്, സ്പ്ലിറ്റ് ചെയ്യുക, ഒരു സെല്ല് ഡിവൈഡ് ചെയ്തുകൊണ്ട് പുതിയ പുതിയ സെല്ലുകളായിട്ട് മാറുക. അതേപോലെ തന്നെ സ്പോറുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോർ പോലെയുള്ള ഗ്യാമേറ്റ്സ് അല്ലെങ്കിൽ എന്താണ് റീപ്രൊഡക്റ്റീവ് സെല്ലുകൾ പ്രൊഡ്യൂസ് ചെയ്യും, അതുവഴി നെക്സ്റ്റ് ജനറേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അതിനെയാണ് എന്ത് പറയുക? സ്പോറുലേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഓർത്ത് വെക്കുക, റീപ്രൊഡക്ഷനെ ബേസ് ചെയ്തിട്ട് ബാക്ടീരിയ 2 ഗ്രൂപ്പായിട്ട് പറഞ്ഞു, എസെക്ഷലും സെക്ഷലും. എസെക്ഷൻ്റെ 2 രീതി. ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ഒരു രീതിയിലുള്ള ഒറ്റ പാരൻ്റ് സെല്ലാണെങ്കിൽ പാരൻ്റ് സെൽ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. സെൽ ഡിവിഷനിലൂടെ ഡിവൈഡ് ചെയ്തുകൊണ്ട് എത്ര ഫ്രാഗ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടോ ഓരോ ഫ്രാഗ്മെൻറ്റ്സും ഓരോ ഇൻഡിവിജ്വൽ ഓർഗാനിസമായിട്ട് ഡെവലപ്പ് ചെയ്ത് വരികയാണെങ്കിൽ അതിനെയാണ് എന്ത് പറയുക? ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയാം. സ്പോറുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്ലാന്റ് ബോഡിയിൽ അല്ലെങ്കിൽ ആനിമൽ സെല്ലിൽ എന്ത് ചെയ്യുക? സ്പൊറാൻജിയം പോലെയുള്ള, സ്പൊറാൻജിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാപ്സ്യൂളാണ്, സ്പോറിന് എൻക്ലോസ് ചെയ്ത് കാണപ്പെടുന്ന ഒരു സാക്ക് ലൈക്ക് സെക്ടറിനെയാണ് നമ്മൾ എന്ത് പറയുക? സ്പൊറാൻജിയ എന്ന് പറയാം. ആ സ്പൊറാൻജിയത്തിനുള്ളിൽ ഡിവിഷനിലൂടെ വ്യത്യസ്ത സ്പോർസ് അല്ലെങ്കിൽ നിരവധി സ്പോറുകൾ പ്രൊഡ്യൂസ് ചെയ്യും. ഇത് മെച്ചുവേർഡ് ആകുമ്പോൾ എന്ത് ചെയ്യുക? ഡീക്കേജ് അല്ലെങ്കിൽ റപ്ചർ ചെയ്ത് സ്പോറുലേഷൻ നടത്തിയിട്ട് ഓരോ സ്പോറും ജെർമിനേറ്റ് ചെയ്ത് പുതിയ ഓർഗാനിസമായിട്ട് മാറുകയാണെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്? സ്പോറുലേഷൻ. ഈ സ്പോർ വഴിയുള്ള റീപ്രൊഡക്ഷൻ നമ്മൾ ലാസ്റ്റ് ഗ്രൂപ്പിലൊക്കെ കൂടുതലായിട്ട് പഠിക്കുന്നുണ്ട്. ഏതൊക്കെ സ്പോറുണ്ട്, എങ്ങനെയാണ് സ്പോർ ഫോം ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത്. ഇവിടെ ജസ്റ്റ് നമുക്ക് ഈ ടേം മാത്രമേ ഇവിടെ പറയാനുള്ളൂ. റീപ്രൊഡക്ഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനിൽ എസെക്ഷലും സെക്ഷലും. സെക്ഷൽ ഒറ്റ കാര്യം മാത്രമേ പറയുന്നുള്ളൂ, യൂണിയൻ ആണ്. എസെക്ഷൽ ആണെങ്കിൽ 2 രീതിയിൽ നമ്മൾ പറഞ്ഞു, ഫ്രാഗ്മെൻറ്റേഷൻ എന്നും സ്പോറുലേഷൻ എന്നും. ഓക്കെ, ഇതാണ് ബാക്ടീരിയയുടെ 3 ടൈപ്പ് ക്ലാസിഫിക്കേഷൻ. ഏതൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞ? ഷേപ്പിനനുസരിച്ചിട്ടും ന്യൂട്രീഷനെ ബേസ് ചെയ്തിട്ടും റീപ്രൊഡക്ഷനെ ബേസ് ചെയ്തിട്ടാണ് ബാക്ടീരിയ ക്ലാസിഫൈ ചെയ്തതെന്ന് പറഞ്ഞു. ഇനി നമ്മൾ ന്യൂ ബാക്ടീരിയയുള്ള 2ാമത്തെ ആൾക്കാരിലോട്ട് പോവാണ്, ആക്റ്റിനോമൈസെറ്റ്. ഈ ആക്റ്റിനോമൈസിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഇവരെ നമ്മൾ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ എന്നാണ് വിളിക്കുക. ഗ്രാം പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെയിനിങ് ബാക്ടീരിയകൾ. ഇത് 2 രീതിയിൽ നമുക്കിവരെ കാണാൻ പറ്റും. എഡിബിൾ അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുള്ളതുണ്ട്, ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്നതൊക്കെ ഉണ്ട്. എന്താണ് ആക്റ്റിനോമൈസെറ്റ് എന്നുള്ള കാര്യം മാത്രം ഓർത്ത് വെക്കുക. ഗ്രാം പോസിറ്റീവ് എന്നറിയപ്പെടുന്ന ലിവിങ് അല്ലെങ്കിൽ ലോവർ ഗ്രൂപ്പിൽ വരുന്ന ബാക്ടീരിയകളെയാണ് നമ്മൾ എന്ത് പറയുക? ആക്റ്റിനോമൈസെറ്റ് എന്ന് പറയാം. ഇതാണ് 2ാമത്തെ ഗ്രൂപ്പ്. 3ാമത്തെ ഗ്രൂപ്പായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് സ്യാനോ ബാക്ടീരിയയാണ്. എന്താണ്? സ്യാനോ ബാക്ടീരിയക്ക് മറ്റൊരു പേരും കൂടെ ഉണ്ട്, ബ്ലൂ ഗ്രീൻ ആൽഗെ എന്നാണ് പറയുക. എന്താണ്? ബ്ലൂ ഗ്രീൻ ആൽഗെ.
ബ്ലൂ ഗ്രീൻ ആൽഗേ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആൽഗയാണ് അല്ലേ. ആൽഗേ എന്നുള്ള ടേം നമ്മളിവിടെയാണ് പറഞ്ഞത് പ്ലാന്റ്സിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ ബാക്ടീരിയയിൽ എങ്ങനെയാണ് പ്ലാന്റ്സ് വന്നിരിക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ക്ലാസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സംശയങ്ങൾ വരുന്നുണ്ടാവും. എന്തുകൊണ്ട് ഇതിൽ പെടുത്തി, അല്ലെങ്കിൽ ഈ ഒരു ഫീച്ചറിൽ ഇതിൽ നിന്ന് എന്തുകൊണ്ട് മറ്റൊരു ഗ്രൂപ്പിലേക്ക് പെടുത്താതിരുന്നു എന്നുള്ള കൺഫ്യൂഷനൊക്കെ ഉണ്ടാവാം. അപ്പം നമ്മൾ എല്ലാ കാര്യങ്ങളും പരിഗണിച്ചു കൊണ്ടല്ല ഈ ഒരു ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ചെറിയ ചെറിയ വേരിയേഷൻസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ സാനോ ബാക്ടീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഇതിൽ വരുന്ന എല്ലാ ആൾക്കാരും ആൽഗേ തന്നെയാണ്. പ്ലാന്റ് നാച്ചുറുള്ള ആൽഗേ തന്നെയാണ് സാനോ ബാക്ടീരിയയിൽ വരുന്നത്. ഈ സാനോ ബാക്ടീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിളായിട്ടും അതുപോലെ തന്നെ കോളനി ആയിട്ടൊക്കെ കാണുന്ന ആൾക്കാരാണ് എന്ത് സാനോ ബാക്ടീരിയകൾ എന്ന് പറയാം. ഇതിൻ്റെ പ്രത്യേകത ഞാൻ പ്ലാന്റ്സ് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, നൈട്രജൻ ഫിക്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അത് ഈ ഒരു ആൾക്കാരെ കുറിച്ചിട്ടാണ്, സാനോ ബാക്ടീരിയയെ കുറിച്ചിട്ടാണ്. സിംഗിളായിട്ടും കോളനി ആയിട്ടൊക്കെ കാണപ്പെടുന്ന ആൾക്കാരാണ് സാനോ ബാക്ടീരിയകൾ. ഇത് നൈട്രജൻ ഫിക്സേഷന് ഹെൽപ്പ് ചെയ്യുന്നവരാണ്. എക്സാമ്പിൾ നമുക്ക് പഠിക്കാനുണ്ട്, ഒരുപാട് എക്സാമ്പിൾ ടേമുകളുണ്ട്. നോസ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു ആൽഗേ ഉണ്ട്. നോസ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോസ്കോപ്പിക് ആണ് കേട്ടോ. ഇതിങ്ങനെ ബീഡ്സ് ഒരു മാലയിൽ മുത്തു കോർത്തതുപോലെ ഇങ്ങനെ കാണപ്പെടുന്ന ഓർഗാനിസമാണ് എന്ത് നോസ്റ്റോക്ക് എന്ന് പറയുക. ഈ നോസ്റ്റോക്കിന് എന്തിനുള്ള കഴിവുണ്ട്? നൈട്രജനെ ഫിക്സ് ചെയ്തുകൊണ്ട് സോയിലിൽ ഡിസോൾവ് ചെയ്യിക്കാനും സോയിലിൻ്റെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാനും കഴിവുള്ള ആൾക്കാരാണെന്ത് നോസ്റ്റോക്ക്. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു പ്രത്യേകതരം സെല്ലുണ്ടാവും, ഹെറ്ററോസിസ്റ്റ് എന്ന് പറയുന്ന സെല്ല്. ഈ ഹെറ്ററോസിസ്റ്റ് സെല്ലാണ് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നത്? ഹെറ്ററോസിസ്റ്റ് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നത്? നൈട്രജൻ ഫിക്സേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അതേപോലെ നോസ്റ്റോക്ക് പോലെയുള്ള വേറൊരു ആൾക്കാരാണ് ആനാബിന എന്ന് പറയും. അനാബിന ആൽഗെ വേറൊരു തരം ആൽഗയാണ്. ഇതിനും എന്തിനുള്ള കഴിവുണ്ട്? നൈട്രജൻ ഫിക്സേഷൻ കഴിവുണ്ട്. അതുപോലെ തന്നെ പ്ലാന്റ്സ് ആൽഗെ ഗ്രൂപ്പിൽ വരാത്ത വേറെ ആളുണ്ട്, റൈസോബിയം ബാക്ടീരിയം എന്നാണ് പറയുക. അത് പൂർണ്ണമായും ബാക്ടീരിയം തന്നെയാണ്. റൈസോബിയം ബാക്ടീരിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു അസോസിയേഷനാണ് ശരിക്കും. അസോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഗയുടെയും ചില റൂട്ട്സിലൊക്കെ അസോസിയേറ്റ്, അതിൻ്റെ രണ്ടിൻ്റെയും കോമ്പിനേഷനൊക്കെ പറയാം റൈസോബിയം എന്ന് പറയുന്നത്. ഈ കൂടുതലായിട്ട് നമുക്ക് കാണുന്ന പയറ് ചെടിയുടെ റൂട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇങ്ങനെയുള്ള ബൾജ് ചെയ്തിരിക്കുന്ന ചെറിയ ബബിൾസ് പോലെയുള്ള പാർട്ടുകൾ. ഇതാണ് എന്ത്? റൈസോബിയം ബാക്ടീരിയം. ഇതൊരു അസോസിയേഷനാണ് ശരിക്കും, സിംബയോട്ടിക് അസോസിയേഷൻ. എക്സാമ്പിളാണ് ആര്? റൈസോബിയവും റൂട്ടും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൂട്ടിനെ സംബന്ധിച്ചിടത്തോളം റൂട്ടിൻ്റെ ഫംഗ്ഷൻ എന്താണ്? അബ്സോർപ്ഷനാണ്. സോയിൽ നിന്നും പ്ലാന്റ്സിന് ആവശ്യമായിട്ടുള്ള എല്ലാ മിനറൽസും വാട്ടറും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? അബ്സോർബ് ചെയ്ത് പോകണം. അപ്പോൾ നല്ല ഫെർട്ടിലൈൽ ആയിട്ടുള്ള സോയിലാണെങ്കിൽ ഇത് നല്ല രീതിയിൽ അബ്സോർപ്ഷൻ നടക്കും. അപ്പോൾ ഈ റൈസോബിയം ബാക്ടീരിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ഹോസ്റ്റിൽ സപ്പോർട്ട് ചെയ്ത് വേണം വളരാൻ. അപ്പോൾ ഇവർ ഏതാണ് ഹോസ്റ്റിനായിട്ട് എടുക്കുന്നത്? റൂട്ടാണ് ഹോസ്റ്റായിട്ട് എടുക്കുന്നത്. ആ ഹോസ്റ്റിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരുടെ കാര്യങ്ങൾ ചെയ്യും. അതേസമയം ഈ റൈസോബിയം ഇങ്ങനെ അറ്റാച്ച് ചെയ്യുന്നത് കൊണ്ട് റൈസോബിയം എന്ത് ചെയ്യും? അറ്റ്മോസ്ഫിയറിൽ നിന്ന് നൈട്രജന് അസിമിലേറ്റ് ചെയ്യും, അല്ലെങ്കിൽ അബ്സോർബ് ചെയ്തിട്ട് എവിടത്തേക്ക് എത്തിക്കും? സോയിൽ എത്തിക്കുകയും ചെയ്യും. ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യും, പ്ലാന്റ്സിന് നല്ല കൾട്ടിവേഷൻ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ രണ്ടു പേർക്കും ഗുണകരമായിട്ട് നമ്മൾ സിംബയോട്ടിക് എന്ന ടേം പറഞ്ഞതാണ്. അസോസിയേഷനിലൂടെ മ്യൂച്വലി ബെനിഫിറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്. അപ്പോൾ ഇവിടെ നമ്മൾ എക്സാമ്പിൾ പറയുന്നത് എന്താണ്? സാനോ ബാക്ടീരിയക്കാണ്. സാനോ ബാക്ടീരിയയിൽ വരുന്ന നോസ്റ്റോക്ക്, അനാബിന, റൈസോബിയം പോലെയുള്ള ഓർഗാനിസങ്ങൾ നൈട്രജൻ ഫിക്സേഷനിലൂടെ എന്ത് ചെയ്യുക? സോയിൽ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുക. എഡിബിൾ ആയിട്ടുള്ള ഓർഗാനിസങ്ങളും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ബാക്ടീരിയയുടെ സെക്കൻഡ് ഗ്രൂപ്പ് ആക്ടിനോമൈസെറ്റ്, തേർഡ് ഗ്രൂപ്പ് സാനോ ബാക്ടീരിയ. പിന്നെ നമ്മൾ ലാസ്റ്റ് പറയാൻ പോകുന്നത് മൈക്കോ പ്ലാസ്മയാണ്. നമ്മുടെ മൊണീറയുടെ ലാസ്റ്റ് ഗ്രൂപ്പാണ് ആര്? മൈക്കോപ്ലാസ്മ. മൈക്കോപ്ലാസ്മയെക്കുറിച്ചും കൂടുതലായിട്ടൊന്നും പറയാനില്ല. പാത്തോജൻ മീൻസ് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന പാത്തോജനിക് ഓർഗാനിസങ്ങളാണ് എന്ത്? മൈക്കോപ്ലാസ്മ എന്ന് പറയുന്നത്. പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം എന്നൊക്കെ ഏതിനെ പറയും? മൈക്കോപ്ലാസ്മയെ പറയും. ന്യൂമോണിയ പോലെ, ന്യൂമോണിയക്ക് കാരണം പിന്നെ കോമൺ കോൾഡ് സിവിയർ ആയിട്ട് വരുന്ന കണ്ടീഷനാണ് എന്ത്? ന്യൂമോണിയ എന്ന് പറയുന്നത്. റൈനോ വൈറസ് ഒക്കെയാണ്
വൈറസ് ഒക്കെയാണ് നമ്മൾ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഏജൻ്റ് എന്നൊക്കെ പറയാം. ഇവിടെ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം എന്നാണ് ഇതിനെ വിളിക്കുക, മൈക്കോപ്ലാസ്മയെ വിളിക്കുക. പാത്തോജനിക് ആയിരിക്കും, ഇൻഫെക്ഷൻ ഉണ്ടാക്കുകയും ചെയ്യും. പ്രിമിറ്റീവ് ആണ്, പ്രോകാരിയോട്ടാണ്, യൂണി സെല്ലുലാറാണ്, മൈക്രോസ്കോപ്പിക്കുമാണ്. ആര്? മൈക്കോപ്ലാസ്മ. ഇത്ര ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പ് കഴിഞ്ഞു. ആര്? മുണീറ. വിട്ടേക്കറുടെ ഫസ്റ്റ് ഗ്രൂപ്പ് RH ഗ്രൂപ്പ്, വിട്ടേക്കറിൻ്റെ ഫസ്റ്റ് ഗ്രൂപ്പ് മുണീറയാണ്. മുണീറയുടെ ക്ലാസിഫിക്കേഷൻ ഓക്കെ ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് നോക്കാം. മുണീറയെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ആർക്കിബാക്ടീരിയ, യൂബാക്ടീരിയ, മൈക്കോപ്ലാസ്മ. ആർക്കിബാക്ടീരിയ പിന്നെയും ക്ലാസിഫൈ ചെയ്തു മിഥാനോജൻ, ഹാലോഫൈൽസ് ആൻഡ് തെർമോ ആസ്ട്രോഫൈൽസ്. യൂബാക്ടീരിയ പിന്നെയും ക്ലാസിഫൈ ചെയ്തു ബാക്ടീരിയ, ആക്ടിനോമൈസെറ്റ് ആൻഡ് സാനോബാക്ടീരിയ. ബാക്ടീരിയ അവിടെ പിന്നെയും ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട് ബേസ്ഡ് ഓൺ ദ ഷേപ്പ്, ന്യൂട്രീഷൻ ആൻഡ് റീപ്രൊഡക്ഷൻ. ആക്ടിനോമൈസിൻ്റെയും സാനോമൈസിൻ്റെയും ക്ലാസിഫിക്കേഷൻ പറഞ്ഞില്ല, ജസ്റ്റ് അത് എന്താണെന്നുള്ളത് ഓർത്ത് വെക്കാം. ദെൻ ലാസ്റ്റ് ഗ്രൂപ്പായ മൈക്കോപ്ലാസ്മയും. ഓക്കെ, പിന്നെ നമുക്ക് അടുത്ത ഗ്രൂപ്പായ പ്രോട്ടിസ്റ്റിയാണ്. സെക്കൻഡ് ഗ്രൂപ്പ് കിങ്ഡം പ്രോട്ടിസ്റ്റിയാണ്. പ്രോട്ടിസ്റ്റ എന്താണെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ.